വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും വിശപ്പിന്റെ വിളി കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അല്ലേ? ഇന്ന് എന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പൊട്ടേറ്റോസ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ പൊട്ടേറ്റോസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊരു 5 മിനിറ്റ്സ് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒരു 1 to 2 മിനിറ്റ്സ് ഈ പൊട്ടേറ്റോസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് വീണ്ടും നല്ല തണുത്ത വെള്ളത്തിൽ 5 മിനിറ്റ്സ് സോക്ക് ചെയ്തു. അതിനുശേഷം ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ചിട്ട് ഇതിന്റെ വെള്ളം നല്ലപോലെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇത് നല്ലപോലെ കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്ത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇനി ലോഡഡ് ഫ്രൈസിന് ആവശ്യമായിട്ടുള്ള ചിക്കനും മസാല പൗഡേഴ്സ് ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം, കാരണം അത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയതാണ്. ലോഡഡ് ഫ്രൈസിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് അതിലേക്ക് മൈദ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പെപ്പർ പൗഡർ, ഒറിഗാനോ, റെഡ് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചീസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് സോസ് റെഡിയായി. ഇനി ലോഡഡ് ഫ്രൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ശേഷം വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ലേയേഴ്സ് ഒന്ന് ആക്കി എടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, കെച്ചപ്പ്, വേണമെങ്കിൽ കുറച്ചും കൂടി ചീസ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആൻഡ് യമ്മി ലോഡഡ് ഫ്രൈസ് റെഡി ടു സെർവ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.